നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് കോമൺ ആയിട്ട് നമുക്ക് മിസ്റ്റേക്സ് വരാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിൽ ചിന്തിച്ച് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് വരുന്നതുകൊണ്ട് നമ്മളെ കമ്മ്യൂണിക്കേഷൻ അത്ര പ്രോപ്പർ ആവാറില്ല. അപ്പോൾ അങ്ങനെ വരുന്ന മിസ്റ്റേക്സിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സെഷനാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു ചെറിയ കഥ പറയും. ആ കഥയിലൂടെ നമ്മൾ ഗ്രാമർ പഠിക്കും. ഫസ്റ്റ് തന്നെ ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ മാർക്കറ്റിൽ പോയി. ഇതെങ്ങനെ ഇംഗ്ലീഷ് പറയാം? കുറേ പേര് ഇത് തെറ്റിക്കാറുണ്ട്. കൂടുതൽ പേരും പറയുന്നത് മീ ആൻഡ് മൈ സിസ്റ്റർ വെൻറ്റ് ടു മാർക്കറ്റ് എന്നുള്ളതാണ്. അത് തെറ്റാണ്. കറക്റ്റ് ഫോം എന്ന് പറയുന്നത് മൈ സിസ്റ്റർ ആൻഡ് ഐ വെൻറ്റ് ടു ദ മാർക്കറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും, ആദ്യം ഐ ആണോ കൊടുക്കേണ്ടത് അതോ ആദ്യം മൈ സിസ്റ്റർ ആണോ കൊടുക്കേണ്ടത് എന്നുള്ളത്. നിങ്ങൾ ഞാനും മറ്റൊരാളും കൂടെ ഒരു കാര്യം ചെയ്തു എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് മറ്റൊരാൾ, അതായത് അവിടെ ആരാണോ അതർ പേഴ്സൺ, അവർക്ക് വേണം കൊടുക്കാൻ. ഫോർ എക്സാമ്പിൾ, മൈ സിസ്റ്റർ ആൻഡ് ഐ വെൻറ്റ് ടു ദ മാർക്കറ്റ്. ഞാനും എൻ്റെ സിസ്റ്ററും മാർക്കറ്റിൽ പോയി. മൈ ഫാദർ ആൻഡ് ഐ വെൻറ്റ് ടു ഹോസ്പിറ്റൽ. ഞാനും എൻ്റെ അച്ഛനും ഹോസ്പിറ്റലിൽ പോയി. മൈ ഫ്രണ്ട് ആൻഡ് ഐ വെൻറ്റ് ടു ദ സ്കൂൾ. ഞാനും എൻ്റെ കൂട്ടുകാരിയും സ്കൂളിൽ പോയി. മനസ്സിലായോ? അപ്പോൾ ഞാനും മറ്റൊരാളും കൂടെ ഒരു കാര്യം ചെയ്തു എന്ന് പറയുന്ന സമയത്ത് ആ മറ്റൊരാൾ ആരാണോ അവർക്ക് വേണം നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാൻ. അങ്ങനെ ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ അവിടെ പോയി, മാർക്കറ്റിൽ പോയി. അവിടെ പോയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിച്ചു. അതെങ്ങനെ ഇംഗ്ലീഷ് പറയാ? വി ബോത്ത് സം വെജിറ്റബിൾസ്. വി ബോത്ത് സം വെജിറ്റബിൾസ്. ഇതും കുറേ ആൾക്കാർ തെറ്റിക്കാറുണ്ട്. അതായത് നമ്മളിപ്പോൾ വേർബ് പറയുന്ന സമയത്ത് 2 ടൈപ്പ് വേർബ് ഉണ്ട്. റെഗുലർ വേർബ്സും ഉണ്ട്, ഇറഗുലർ വേർബ്സും ഉണ്ട്. റെഗുലർ വേർബ്സ് ആണെങ്കിൽ നമ്മൾ അവസാനം ഇ ഡി ആഡ് ചെയ്ത് കൊടുത്താൽ മതി പാസ്റ്റ് ഫോം പറയാൻ. ഫോർ എക്സാമ്പിൾ, പ്ലേ എന്നാണെങ്കിൽ ഇ ഡി ആഡ് ചെയ്താൽ പ്ലേഡായി, അല്ലെങ്കിൽ വർക്ക് ഇ ഡി ആഡ് ചെയ്താൽ വർക്ക്ഡായി. ഈ ഇറഗുലർ വേർബ്സ് എന്ന് പറയുമ്പം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതായിരിക്കും സെക്കൻഡ് ഫോമിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഗോ ആണെങ്കിൽ വെൻറ്റ് വരും, റൺ ആണെങ്കിൽ പാസ്റ്റ് ഫോം റാൻ വരും, സ്പീക്ക് ആണെങ്കിൽ സ്പോക്ക് വരും. ചിലതിൽ ഫോർ എക്സാമ്പിൾ ഈ ബൈ ഒക്കെ വരികയാണെങ്കിൽ ബൈ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ഫോം ബോട്ടാണ്, ടീച്ച് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ഫോം ടോട്ടാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മൈൻഡിൽ കീപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിച്ചു. ഈ വെജിറ്റബിൾസ് വാങ്ങിക്കുന്ന സമയത്ത് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടിനെ കണ്ടു. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു മാർക്കറ്റിൽ വെച്ച്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ കെയിം അക്രോസ് മൈ ഫ്രണ്ട് അറ്റ് ദ മാർക്കറ്റ്. ഐ കെയിം അക്രോസ് മൈ ഫ്രണ്ട് അറ്റ് ദ മാർക്കറ്റ് എന്ന് വെച്ചാൽ കെയിം അക്രോസ് എന്ന വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ഫ്രണ്ടിനെ കണ്ടു എന്നുള്ളതാണ്. വേറൊരു എക്സാമ്പിൾ നോക്കിയാലോ? ഐ കെയിം അക്രോസ് മൈ ബോസ് അറ്റ് ലുലു മോൾ. ലുലു മോളിൽ വെച്ചിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ എൻ്റെ ബോസിനെ കണ്ടു. അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ടിനെ കണ്ടു കേട്ടോ. ഫ്രണ്ടിനെ കാണുന്ന സമയത്ത് ആൾ കുറച്ച് ഫിഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഷീ ബോട്ട് സം ഫിഷ് ഫ്രം ദ മാർക്കറ്റ്. ഷീ ബോട്ട് സം ഫിഷ് ഫ്രം ദ മാർക്കറ്റ്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, അവിടെ നമ്മൾ ഫിഷ് ആണോ യൂസ് ചെയ്യേണ്ടത് അതോ ഫിഷസ് ആണോ എന്ന്. കാരണം ഒരു മീനായിട്ട് നമ്മൾ വാങ്ങിക്കില്ലല്ലോ, ഒന്നിലധികം മീനുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരേ ടൈപ്പ് സെയിം സ്പീഷീസിലെ മീനാണ് വാങ്ങുന്നതെങ്കിൽ നമ്മൾ ഫിഷ് തന്നെ യൂസ് ചെയ്താൽ മതി. ഡിഫറെൻറ്റ് സ്പീഷീസ് ആണ് വാങ്ങുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഫിഷസിന് യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ മാക്രൽ, ടൂണ, അങ്ങനെ ഡിഫറെൻറ്റ് ഫിഷാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയെങ്കിൽ യു ക്യാൻ സേ ഷീ ബോട്ട് സം ഫിഷസ് ഫ്രം ദ മാർക്കറ്റ്. ബട്ട് സെയിം ആണെങ്കിൽ യു ക്യാൻ സേ ഷീ ബോട്ട് സം ഫിഷ് ഫ്രം ദ മാർക്കറ്റ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിനെ കണ്ടു, സംസാരിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങൾ കുറച്ച് സ്കൂൾ മെമ്മറീസ് ഒക്കെ റീകളക്ട് ചെയ്തു എന്നെങ്ങനെ ഇംഗ്ലീഷ് പറയാം? വി റീകളക്റ്റഡ് അവർ മെമ്മറീസ് ഫ്രം സ്കൂൾ ഡേയ്സ്, അല്ലെങ്കിൽ വി ഷെയർഡ് അവർ മെമ്മറീസ് ഫ്രം സ്കൂൾ ഡേയ്സ് എന്ന് പറയാം. ഈ ഒരു കുട്ടി സ്റ്റോറിയിലൂടെ നമ്മൾ കോമൺ ആയിട്ട് വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്സും അതെങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നും പഠിച്ചു. ഇനി ഇതിൻ്റെ ബാക്കി സ്റ്റോറി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.